ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 കഴിഞ്ഞ് ഇത്രയും ദിവസമായി. ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ പരതുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDC 2024 കട്ട് ഓഫ് തന്നെയാണ്. അത് 14 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളും തിരുവനന്തപുരം ലേറ്റസ്റ്റ് കട്ട് ഓഫ്, LDC കട്ട് ഓഫ് 2024, LDC ലേറ്റസ്റ്റ് കട്ട് ഓഫ്, അങ്ങനെ അങ്ങ് പോകും ആ ഒരു കണ്ടന്റിന്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ചാനലിൽ തന്നെ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ടോപ്പ് സെർച്ചിൽ വരുന്ന കാര്യങ്ങളാണ് LDC ഇടുക്കി കട്ട് ഓഫ്, LDC ലേറ്റസ്റ്റ് കട്ട് ഓഫ്, LDC ഷോർട്ട് ലിസ്റ്റ് 2024, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടി എഴുതിയ ഒരു എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിലെങ്ങാനും ഇടം പിടിക്കാൻ, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും ഇടം പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് 3 കാറ്റഗറിപ്പെട്ട ആളുകളാണ് നിലവിൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 75 മാർക്ക് മുകളിലേക്ക് വരുന്ന ആളുകൾ. അതായത് ഈ പറയുന്ന LDCയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 2025 അന്ന് ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇടം പിടിക്കാൻ പോകുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 75 മാർക്കിന് മുകളിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ പറയുന്ന 60-നും 65-നും പെടുന്ന ആളുകളാണ്. അതായത് ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം, അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളാണ് ഈ 60-65. അടുത്തൊരു മാർക്ക് വരുന്നതാണ് ഈ പറയുന്ന നിലവിൽ 50-നും അതേപോലെ തന്നെ 60-നും ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആളുകൾ. അതായത് നമ്മൾ പറയാറില്ലേ, ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ, ആ ഒരു കാറ്റഗറി പെടുന്ന ആളുകളാണ് ഈ പറയുന്ന 50-60 എന്ന് പറയുന്നത്. എന്തും അവിടെ സംഭവിക്കാം, മിക്കവാറും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും പ്രതീക്ഷ കൈവിടാതെ ഇനിയും റാങ്ക് ലിസ്റ്റിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറിപ്പെട്ട ആളുകളാണ് നിലവിലുള്ളത്. ഇതിനകത്ത് മക്കളെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഫസ്റ്റ് കാറ്റഗറിപ്പെട്ട ആളുകൾ നമ്മൾ പറഞ്ഞു 75 മാർക്കിന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്തവർ, അവരാരും എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന യൂട്യൂബിൽ വന്ന് ഈ പറയുന്ന LDC 2024 കട്ട് ഓഫ് തിരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അവരെന്ത് ചെയ്യാണ്, അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നല്ല നല്ല ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാറ്റഗറി പെട്ടതാണ് ഈ പറയുന്ന 60-65 മാർക്ക് വാങ്ങിയ ആളുകൾ. എന്തായാലും ചിലപ്പോൾ വന്നേക്കാം, വരാതിരിക്കാം എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾ. അവരും എന്ത് ചെയ്യാണ്, നിലവിൽ ഇങ്ങനെ ഓരോ ചാനലുകളിലാണെങ്കിലും എല്ലായിടത്തും വന്ന് കട്ട് ഓഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് ഒരിക്കലും വരില്ല എന്നുള്ള അവർക്കും തന്നെ അറിയാം. പക്ഷേ പ്രതീക്ഷ എന്നുള്ളതാണല്ലോ നമ്മളെ ജീവിതത്തിലെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയുമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് അതായത് ഗവൺമെന്റ് ജോലിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാം. അതായത് ഈ പറയുന്ന ഓരോ കണ്ടന്റുകൾ സെർച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കാലാവധിയായിട്ടുള്ള ആളുകളായിരിക്കും ഇന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒന്നുകിൽ നമുക്കൊരു സർക്കാർ ജോലിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് തന്നെ ക്വിറ്റ് ചെയ്ത് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് പ്രൈവറ്റ് ഫേമിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എവിടെയാണോ പൊട്ടൻഷ്യൽ അതുമായി അനുസരിച്ചുള്ള ജോലിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. കാരണം ഇനിയും നിങ്ങൾ സമയം കളയും തോറും ഈ പറയുന്ന ഏറ്റവും ചാൻസ് ഉള്ളത്, അതായത് അടുത്തൊരു എക്സാമിലേക്ക് വേണ്ടി നോക്കുന്ന ആളുകളായിട്ടുള്ള ഈ പറയുന്ന നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന 50-ഉം 55-ഉം 60-ഉം 65-ഉം മാർക്ക് വാങ്ങിയതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വീണ്ടും ടെൻഷൻ അടിച്ച് അതേപോലെ തന്നെ വരാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സമയം കളയും. അതേപോലെ തന്നെ ഓരോ കട്ട് ഓഫിനെ കുറിച്ച് നോക്കിയിരിക്കുന്നവരും മനസ്സിലാക്കേണ്ടത്, അതായത് നിങ്ങൾ അടുത്തുള്ള എക്സാമിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അടുത്തുള്ള എക്സാമിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ഓരോ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ്, എനിക്കത് നേടിയെടുക്കുക തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ പറയുന്ന 60, 65, 50, 55 മാർക്ക് വാങ്ങിയ ആളുകൾക്കെല്ലാം
എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇനി അതായത് LDC നിങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇത്രയും കാറ്റഗറിയിൽ വരുന്നത്. അതായത് 75 മാർക്കിൽ വരുന്ന ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും. അവർക്കെല്ലാവർക്കും എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്ക് വരാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ്, അതേപോലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VFA, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം കെട്ടയാള്, അതേപോലെ തന്നെ എന്താണ് എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നും പോകേണ്ട അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ ഇത് എനിക്ക് എൻ്റെ പോരായ്മകൾ എന്താണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ എന്താണെന്നുള്ളത് എനിക്ക് ഈ ഒരു എക്സാം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇനി ആ തെറ്റുകളൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്ന് കരുതി മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കും ഒരു സർക്കാർ ജോലി. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങൾക്ക് ഇതൊരു സ്വപ്നമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിൻ്റെ പുറകെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. എങ്ങനെ പഠിച്ചാലാണ് ഇനി ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഇനി എൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് എല്ലാം മനസ്സിലാക്കിയ ആളുകളാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളാണ് ഇനി നിങ്ങളെ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ശക്തരാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് മുതലേ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്ക് ലിസ്റ്റിലും അതേപോലെ തന്നെ നല്ലൊരു ജോലിയിലും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് മുഴുവൻ ലിസ്റ്റും കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്കുള്ള പ്രൊമോഷൻസ് വരെ കിട്ടാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ ചാനലിലുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് നോട്ട്, അതിനുശേഷം എന്താണ് ക്വസ്റ്റ്യൻ പോള്, ഇത്രയും കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇന്ന് നിലവിൽ 11 ക്ലാസ്സുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, അതായത് ഇനി വരാനിരിക്കുന്ന 10th ലെവല്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഖാദി ബോർഡ് LDC, അതേപോലെ തന്നെ എന്താണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VFA, ലാബ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ എന്താണ് സെക്രട്ടേറിയറ്റ് OA, എല്ലാത്തിനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്സുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പക്ക സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സും പോകുന്നത്. പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിഗ്രി പ്രിലിംസും കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സുകൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും കണ്ടന്റ് ബേസ്ഡ് ആയിട്ടൊരു നോട്ട് നിങ്ങൾക്ക് ഇനി മറ്റൊരു സ്ഥലത്തും കിട്ടത്തുമില്ല. കാരണം അത്രയും എന്താണ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സമയം എന്താണ് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും LDC കട്ട് ഓഫ് തിരഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നമാണെങ്കിൽ ഇന്ന് മുതലെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ LDCയുടെ ഷോർട്ട് ലിസ്റ്റ് മാർച്ചിലേക്ക് വരും. ഇപ്പോൾ എന്താണ് നിലവിൽ നമ്മുടെ ആദ്യത്തെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള തിരുവനന്തപുരം ജില്ലക്കാർ, കൊല്ലം, കണ്ണൂരിൻ്റെ ഒക്കെ എന്താണ് നിലവിൽ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്തായാലും അതിൻ്റെ രീതിയിൽ തന്നെ എന്ത് പോകും, നടന്നു പോകും. അപ്പോൾ എന്താണ് 2025 ഓഗസ്റ്റിൽ നമ്മുടെ ലിസ്റ്റ് വരും. അപ്പോൾ അതിക്ക് മുന്നേ ഷോർട്ട് ലിസ്റ്റ് മാർച്ചിൽ വരും 2025. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും എന്ത് ചെയ്യുക, കട്ട് ഓഫ് നോക്കി സമയം കളയരുത്. ഒരു റിക്വസ്റ്റ് ആണ്, എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്കൊരു ജോലി, സർക്കാർ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇന്ന് മുതലെങ്കിലും എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.